ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ക്യാബേജ് തോരൻ. അതിനായിട്ട് ഞങ്ങളൊരു ക്യാബേജ് ഫുള്ള് എടുത്തു. അതിലോട്ട് 2 വെല്ലുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടു, 2-3 പച്ചമുളകും കൂടി അതിലോട്ട് കുനുകുനായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കണം, ആവശ്യത്തിന് ഇടാൻ പാടുള്ളൂ. കൂടി കുറഞ്ഞാലും നമുക്ക് പിന്നീട് ഇടാം, കൂടിക്കഴിഞ്ഞാൽ രക്ഷയില്ല. അതിന് ശേഷം നമ്മൾ ചെരുകി വെച്ച തേങ്ങ, അത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്ത് അത് യോജിപ്പിക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളത് കുറച്ച് നേരം അവിടെ വയ്ക്കും. അതിനുശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് അതിലോട്ട് ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കും. ആ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടാക്കിയിട്ട് കടുകിടുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പിലാണ് ഈ പ്രാവശ്യം എടുത്തത്. കാരണം ഒരു പരിപാടിക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് വേണമല്ലോ. പിന്നെ അതിലോട്ട് നമ്മൾ ഒരു 2-3 ചുമന്ന മുളകും കൂടെ അതിലോട്ട് മുറിച്ചിടും. അത് ഇളക്കി ഏകദേശം നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവിടെ വെച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇനി നമ്മളുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ക്യാബേജിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അതിലോട്ട് കുറച്ച് ദിവസമായിട്ട് ഇടുവാണ് കേട്ടോ. അത് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ മൂടി പൊത്തി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഏകദേശം ഒന്ന് അധികം വേണ്ട, ഒരു ആവി കയറി കഴിഞ്ഞാൽ ഒന്ന് ആവി കയറിയാൽ മതി. ഇത് പെട്ടെന്ന് വേകുന്ന സാധനം ആയതുകൊണ്ട് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ക്യാബേജ് തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.